ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. കഥ കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ? പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ. നമുക്കൊരു കഥ കേട്ടാലോ? നമ്മളിന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഭൂമിയിലെ മാലാഖമാർ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഭൂമിയിലെ മാലാഖമാർ. കൈകാലുകളിട്ടടിച്ച് കുതിച്ചു പാഞ്ഞു വരികയാണ് നമ്മുടെ അരുവി. ആ മലയുടെ മുകളിൽ നിന്ന് അവൾ പിറവിയെടുത്തതേയുള്ളൂ. നമുക്കവളെ സ്നേഹത്തോടെ കുഞ്ഞരുവി എന്ന് വിളിക്കാം. എല്ലാ കാഴ്ചകളും അവൾക്ക് വിസ്മയങ്ങളായിരുന്നു. പാറക്കൂട്ടങ്ങളെ കണ്ട് അവൾ അതിലേക്ക് എടുത്തു ചാടി. ചിന്നിച്ചിതറിയ വെള്ളത്തുള്ളികളിൽ സൂര്യൻ വന്ന് മുത്തമിട്ടു. ആ കാഴ്ച കാണാൻ അനേകം മഴവില്ലുകൾ അണിനിരന്നു. കുഞ്ഞരുവി ഇപ്പോൾ കാനനത്തിലൂടെ ഒഴുകുകയാണ്. അവളെ കണ്ട് ഹംസങ്ങൾ പറന്നിറങ്ങി നീന്തി തുടിച്ചു. മാൻകൂട്ടങ്ങളും ആനക്കൂട്ടങ്ങളും അവളെ കണ്ട് ഓടിയെത്തി. പൂമരങ്ങൾ പൂക്കൾ വാരി വിതറി അവളെ സ്വാഗതം ചെയ്തു. എല്ലാം കണ്ട കുഞ്ഞരുവി ഉത്സാഹത്തോടെ കുതിച്ചു പാഞ്ഞു. കാടിൻ്റെ പാട്ടും ആ തണുപ്പും അവളിൽ കുളിരുകോരി. അവൾ ഒഴുകി ഒഴുകി താഴ്വാരത്തിലെത്തി. അവിടെ അതാ ഒരു മഹാനദി. കുഞ്ഞരുവി അത്ഭുതത്തോടെ നോക്കി. എത്ര വലുതാണവൾ! മഹാനദി അവളെ മാടി വിളിച്ചു. വരൂ, നമുക്ക് ഒരുമിച്ച് പോകാം. കുഞ്ഞരുവിക്ക് സന്തോഷമായി. ഒരു കൂട്ടുള്ളത് നല്ലതല്ലേ? കുഞ്ഞരുവി ചോദിച്ചു. കൂട്ടുകാരി, നീ എവിടെ നിന്ന് വരുന്നു? നീ എത്ര വലുതാണ്? അങ്ങകലെ മഞ്ഞുമൂടിക്കിടക്കുന്ന മലനിരകളെ നോക്കി മഹാനദി പറഞ്ഞു. ഞാൻ ആ മലനിരകളിൽ നിന്ന് വരികയാണ്. അതെൻ്റെ അച്ഛനാണ്. അച്ഛൻ എനിക്ക് എപ്പോഴും വെള്ളം നൽകിക്കൊണ്ടിരിക്കുന്നു. മഹാനദി പറഞ്ഞു. ഓരോ കാഴ്ചകൾ കണ്ടവർ ഒഴുകി. മഹാനദി എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. കുഞ്ഞരുവി സന്തോഷത്തോട് ചോദിച്ചു. കൂട്ടുകാരി, നിനക്ക് എന്തൊരു അറിവാണ്! നീ എന്തെല്ലാം കഥകളാണ് എനിക്ക് പറഞ്ഞു തരുന്നത്? മഹാനദി അത് കേട്ട് പുഞ്ചിരിച്ചു. അവർ ഒഴുകി കൃഷിയിടങ്ങളിൽ എത്തിച്ചേർന്നു. വിശാലമായ നെൽപ്പാടങ്ങൾ, സ്വർണ്ണപ്രഭയേർന്ന സൂര്യകാന്തി പൂക്കൾ, ഇതെല്ലാം കണ്ട കുഞ്ഞരുവി അത്ഭുതപ്പെട്ടു. കുറേ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു. അതെന്താണ്? അവരൊക്കെ ആരാണ്? കുഞ്ഞരുവി ചോദിച്ചു. അതെല്ലാം കൃഷിയിടങ്ങളാണ്. അവർ കർഷകരാണ്. ഈ ഭൂമിയിലെ മാലാഖമാർ. ഈ ഭൂമിയിലെ മക്കളെ മുഴുവൻ തീറ്റിപ്പോറ്റുന്നത് അവരല്ലേ? മഹാനദി പറഞ്ഞു. കുഞ്ഞരുവി അവരെ ആദരവോടെ നോക്കി. നമുക്കവരുടെ അരികിലേക്ക് പോകാം. അവർ നമ്മളെ കാത്തിരിക്കുകയാണ്, മഹാനദി പറഞ്ഞു. അവർ അങ്ങോട്ടേക്ക് ഒഴുകി. അവരെ കണ്ട കർഷകർ സന്തോഷത്തോടെ ഓടി വന്നു. കർഷകരെല്ലാവരും വെള്ളത്തിലിറങ്ങി ദേഹം തണുപ്പിച്ചു. ആവോളം വെള്ളം കുടിച്ചു ദാഹം തീർത്തു. വീണ്ടും അവർ പണി തുടങ്ങി. എന്തൊരു ചൂടാണ്! കുഞ്ഞരുവി പറഞ്ഞു. അവൾ കർഷകരെ നോക്കി. അവർ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. ചിലർ പാട്ടുപാടുന്നു, ചിലർ കഥകൾ പറയുന്നു. എത്ര ചൂടാണ്! കർഷകർ ഒന്നും അറിയുന്നേയില്ലല്ലോ. അവർ എത്ര സന്തോഷത്തോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ സ്നേഹത്തോടെ അന്നം വിളമ്പുന്നവരല്ലേ. അവർ ഒരിക്കലും പരാതി പറയില്ല, മഹാനദി പറഞ്ഞു. കുഞ്ഞരുവി അവരെ ബഹുമാനത്തോടെ നോക്കി. ചൂട് കൂടി വരുന്നു. കുഞ്ഞരുവിക്ക് ചുട്ടുപൊള്ളുവാൻ തുടങ്ങി. അവൾ പറഞ്ഞു. കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചിട്ട് പോകാം. എവിടെ ഒന്ന് വിശ്രമിക്കും? മഹാനദി ചുറ്റും നോക്കി. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ പറഞ്ഞു. അതാരാന്ന് നോക്കൂ. അതാരാണ്? കുഞ്ഞരുവി ചോദിച്ചു. അവളാണ് ഗ്രാമീണ പെൺകുട്ടി. അവൾ വെള്ളമെടുക്കാൻ വരികയാണ്. നമുക്ക് അവളുടെ അരികിലേക്ക് പോകാം. അവരെ കണ്ട പെൺകുട്ടി സന്തോഷത്തോടെ ഓടി വന്നു. അവളുടെ കയ്യിൽ ഒരു കുടമുണ്ടായിരുന്നു. അവൾ വെള്ളത്തിലേക്കിറങ്ങി നീന്തി തുടിച്ചു. പെൺകുട്ടി കുടത്തിൽ വെള്ളം നിറയ്ക്കുവാൻ തുടങ്ങി. മഹാനദി പറഞ്ഞു. കുഞ്ഞരുവി, വേഗം കുടത്തിനകത്തേക്ക് കയറിക്കോളൂ. അവർ ഇരുവരും കുടത്തിനകത്തേക്ക് കയറി. എന്താണിത്? അവൾക്ക് വിശ്വസിക്കാനായില്ല. കാടിൻ്റെ സംഗീതവും കാടിൻ്റെ കുളിരും അവളിലേക്ക് ഓടിയെത്തി. എന്തൊരു തണുപ്പ്! എന്തൊരു തണുപ്പാണിത്! എന്താണിങ്ങനെ? അവൾ അതിശയത്തോടെ മഹാനദിയോട് ചോദിച്ചു. മഹാനദി പറഞ്ഞു. ഇത് മൺകുടമാണ്, മൺകുടം. ഇതാരാണ് ഉണ്ടാക്കിയത്? കുഞ്ഞരുവി അത്ഭുതത്തോടെ ചോദിച്ചു. അതും കർഷകർ തന്നെ, മഹാനദി പറഞ്ഞു. കുഞ്ഞരുവി മനസ്സുകൊണ്ട് അവരെ നമസ്കരിച്ചു. നിങ്ങൾ മാലാഖമാരാണ്, ഭൂമിയിലെ മാലാഖമാർ. അവർ വീണ്ടും പുറത്തേക്കൊഴുകി.
മഹാനദി പറഞ്ഞു, വേഗം പോകാം, അനേകർ നമ്മെ കാത്തിരിക്കുന്നു. അവർ പുറത്തേക്കൊഴുകി. മഹാനദി പറഞ്ഞു, അനേക ദൂരം നമുക്ക് പോകേണ്ടതുണ്ട്, വേഗം പോകാം. കുഞ്ഞരുവി സന്തോഷത്തോടെ പറഞ്ഞു, എത്ര ദൂരവും ഞാൻ സഞ്ചരിക്കും, എൻ്റെ മാലാഖമാർക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി. അതേ കൂട്ടുകാരെ, അവരിപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഈ ഭൂമിയിലെ ഓരോ മക്കൾക്ക് വേണ്ടിയും. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരണം കേട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. നിങ്ങൾക്ക് എങ്ങനത്തെ കഥകളാണ് ഇഷ്ടം? പറയൂ, നമുക്കെല്ലാം പറയാം. അടുത്ത കഥയുമായി വരുന്നതുവരെ ബൈ.